Hello friends, welcome to NATURE360. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണത് സ്ട്രെസ് നമുക്ക് കുറയ്ക്കാനും അതുപോലെ ജോയിൻ്റ് ആർത്രൈറ്റീസ്, ജോയിൻ്റ് ഇൻഫ്ലമേഷൻ ഇതുപോലത്തെ കാര്യങ്ങൾ മാറാനായിട്ട് നമ്മളൊരു സോപ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കണത് വെള്ളൂരം. ഞാൻ പിക്ക് കാണിച്ചു തരാം. വെള്ളൂരം ഇത് നമുക്ക് നാട്ടുമരുന്ന് കടയിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ പൗഡറായിട്ടും ഇലയായിട്ട് തന്നെ വെള്ളൂരം, പിന്നെ ചിറ്റമൃത്, അത് കഴിഞ്ഞ് പിന്നെ എടുക്കുന്നത് ദേവദാരുയുടെ ഇത് പൗഡറോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കഷ്ണങ്ങളായിട്ടൊക്കെ കിട്ടുന്നതാണ്. ഇതെല്ലാം കുറച്ച് എണ്ണയിൽ 4 ലിറ്റർ എണ്ണയിൽ ഞാനിതെല്ലാം സെയിം ക്വാണ്ടിറ്റി, അതായത് 3 ഐറ്റവും സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അരച്ച് കാച്ചി എടുത്തേക്കാണ്. പിന്നെ ആ കാച്ചിയ എണ്ണ ഒരു 90 ഗ്രാം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ഈ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ആർത്രൈറ്റീസ് അല്ലെങ്കിൽ ഈ സന്ധിവാതം പോലുള്ള അസുഖങ്ങൾക്ക് റെമഡി ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് വെച്ച് മാത്രമാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ കാച്ചിയ എണ്ണ ആദ്യം നമ്മളൊരു 90 ഗ്രാം ഇതിലേക്ക് ഒഴിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തേക്കണത്. സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വേണം എടുക്കാൻ. ഇരുമ്പിൻ്റെ പാത്രം എടുക്കരുത്. ഇത് 90 ഗ്രാം കാച്ചിയ എണ്ണ, വെളിച്ചെണ്ണയിലാണ് ഞാൻ കാച്ചിയേക്കണത്. ആ കാച്ചിയ വെളിച്ചെണ്ണ എടുക്കുകയാണ്. ഇത് ഞാൻ ഫിൽറ്റർ ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോഴും അതിനകത്ത് കുറച്ച് ആ ഒരു ഇതുണ്ട്. ഇതിന് ഓൾറെഡി മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും നമുക്ക് ഈ സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കൊണ്ട് ചെറിയ രീതിയിലൊരു ബെനിഫിറ്റ് നമുക്കുണ്ടാവും. ഈ അസുഖങ്ങൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത് ആർത്രൈറ്റിസ് മാത്രമല്ല, സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ മസ്കുലോസ്കെൽറ്റൽ ഡിസോർഡർ, അതുപോലെ ആൻറ്റി സെപ്റ്റിക് ആയിട്ടുള്ള ഇതിനും നമുക്ക് ഈ സോപ്പ് യൂസ് ചെയ്യാം. സ്കിന്നിനും അതുപോലെ തന്നെ ബെനിഫിഷ്യലാണ്. അത് കഴിഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു 600 ഗ്രാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. കാച്ചിയ എണ്ണ കൂടാണ്ട് 600 ഗ്രാം വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ട് ഇട്ടേക്കാം. ഇത് ഞാൻ 10 സോപ്പിൻ്റെ അളവിനാണ് ചെയ്തേക്കണത്. അപ്പോൾ അതിനുള്ള കാൽക്കുലേഷനിലാണ് ഞാൻ ഇതിൻ്റെ ഓയിലും അതുപോലെ കാസ്റ്റിക് സോഡയും വാട്ടറും കൂടി ലൈ എടുത്തേക്കണത്. അടുത്തത് പാം ഓയിൽ 170 ഗ്രാം. മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ സെയിം ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തേക്കണ ആ ബേസ് ഓയിൽസ് എല്ലാം സെയിം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തേക്കണത്. അതുകൊണ്ടാണ് സെയിം ക്വാണ്ടിറ്റിയിൽ ഇതിലും പോണത്. 10 സോപ്പ് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യണത്. പാം ഓയിൽ 170 ഗ്രാമാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കണത്. നെക്സ്റ്റ് എടുത്തേക്കണത് ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ 25 ഗ്രാം. ഇതെല്ലാം നമ്മൾ എടുക്കുമ്പോൾ ഗ്രാംസിൽ വേണം എടുക്കാൻ. വെള്ളം എടുത്താലും വെള്ളം തൂക്കുമ്പോൾ തൊട്ട് നമ്മൾ കാസ്റ്റിക് സോഡ, ഓയിൽസ്, ഹെർബ്സ്, അതുപോലെ എല്ലാ എസൻഷ്യൽ ഓയിലെല്ലാം നമ്മൾ ഗ്രാമിൽ വേണം തൂക്കാൻ. ആവണക്കെണ്ണ 25 ഗ്രാമാണ് എടുത്തേക്കണത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കാച്ചിയ എണ്ണയുടെ കൂടെ ബാലഗുലോചാതി തൈലം, ഇത് നാഗാർജുനയിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ ഇതും ഇതിൻ്റെ കൂടെ ഒരു 50 ml ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ട്രെസ് റിലീഫിനും അതുപോലെ നമ്മുടെ ആർത്രൈറ്റീസിനും വേണ്ടിയിട്ട് നമ്മൾ ആയുർവേദ ഷോപ്പുകളിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യണ തൈലമാണത്. ഇതൊരു 50 ഗ്രാമോളം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഈ ബലഗുലോചാതി തൈലത്തിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ വെള്ളൂരവും അതുപോലെ ചിറ്റമൃത്, ദേവദാരു, ഇതെല്ലാം നമ്മൾ കാച്ചി എടുത്തേക്കണത് സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. നമ്മളിതിനകത്ത് ഈ ബേസ് ഓയിൽസിൽ സ്ട്രെസ്സും അതുപോലെ സ്ട്രെസ് റിലീഫറും അതുപോലെ നമ്മൾ ആർത്രൈറ്റീസിന് വേണ്ടിയിട്ടുള്ള ആയുർവേദ ഓയിൽസ്, എസൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കണത് ഫ്രാങ്കിൻസെൻസ് എസൻഷ്യൽ ഓയിൽ. ഇത് നമുക്ക് ആർത്രൈറ്റിസ് നന്നായിട്ട് കുറയ്ക്കാനും അതുപോലെ ജോയിൻ്റ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ്, ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ള ഒരു ഓയിലാണിത്, ഫ്രാങ്കിൻസെൻസ് ഓയിൽ. ഇതൊരു ടർപ്പൻ അല്ലെങ്കിൽ ഒരു യൂക്കാലിപ്റ്റസിൻ്റെ ഓയിലിൻ്റെ ഒരു സ്മെല്ലാണ് നമുക്ക് ഫീൽ ആവുന്നത്. അതുപോലെ നമ്മൾ ഈ എസൻഷ്യൽ ഓയിൽസ് ഡയറക്റ്റ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത്.
അത് ഡൈല്യൂട്ട് ചെയ്ത് കാരിയർ ഓയിൽസ് വെച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഞാൻ 30 ഗ്രാമാണ് എടുക്കുന്നത്. ഫ്രാങ്കിൻസെൻസ് ഓയിലും 30 ഗ്രാം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ടോ ആർക്കും ഒരു സൈഡ് എഫക്റ്റോ അങ്ങനെ ഒന്നും കാര്യമായിട്ടൊന്നും വരില്ല. ഇത് നമ്മൾ ടെസ്റ്റഡ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇത് റോസ്മേരി ഓയിലിൻ്റെ തന്നെ ബാക്കി നമുക്ക് തികയാണ്ട് വന്നതാണ്, ഞാൻ കുറച്ചും കൂടി ചേർക്കുകയാണ് ഇതിൽ. റോ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ അടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇത് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. നമുക്ക് കമൻറ്റിലോ അങ്ങനെ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇത്രയും എസെൻഷ്യൽ ഓയിൽസ് ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് വേറെ നമുക്കൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് വേറൊരു ഫ്രാഗ്രൻസ് ഓയിൽ അങ്ങനെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടും. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് പ്രീമിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് സോപ്പിനൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് നമ്മൾ വൈറ്റ് കളർ കൊടുക്കുന്നത്. ഇത് നിർബന്ധമില്ല, ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി. നമുക്ക് വൈറ്റ് കളറിന് വേണ്ടിയിട്ട് ടൈറ്റാനിയം ഡയോക്സൈഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബെൻറ്റോണൈറ്റ് വൈറ്റ് ക്ലേ കിട്ടും, അത് യൂസ് ചെയ്യാം. ടൈറ്റാനിയം ഡയോക്സൈഡ് ആകുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്, അത് ക്വാണ്ടിറ്റി കുറച്ച് യൂസ് ചെയ്താൽ മതി. ക്ലേക്ക് അത്ര പൈസ വരില്ല. ഇത് ഞാനൊരു 8 ഗ്രാമോളം എടുക്കുന്നുണ്ട്. 8 ഗ്രാമോളം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് പ്രീമിക്സ് ചെയ്ത് വെക്കുകയാണ്. അത് കട്ട കൂടാതെ നമ്മൾ കുഴച്ചെടുക്കണം. അതിൽ മിക്സ് ചെയ്ത് നന്നിട്ട് അതിൽ തന്നെ മിക്സ് ചെയ്താൽ മതി. പിന്നെ ഇത് ചെയ്യണ സമയത്ത് ഹാൻഡ് ഗ്ലൗസും അതുപോലെ ഷീൽഡൊക്കെ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ കാസ്റ്റിക് സോഡയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പുകയും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിയുമ്പോൾ അതിന് കണ്ണിന് ഇറിറ്റേഷനോ സ്കിന്നിലേക്ക് കൈമയൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ കൈ ചൊറിയാനും പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. ചെയ്യുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഈ റോസ്മേരി ഓയിലിന് നമുക്ക് സ്കിൻ ഗ്രോത്തിനുള്ള ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ പെയിൻ റിലീവറാണ്, ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല. ഫ്രാങ്കിൻസെൻസ് ഓയിലും റോസ്മേരി ഓയിലും അതിൻ്റെ ബെനിഫിറ്റ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നമ്മളതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണത് ഈ ആർത്രൈറ്റിസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ബെനിഫിഷ്യലായിട്ടുള്ള റോ മെറ്റീരിയൽസാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യണത്. ഈ ഒരു സോപ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഒരു 2-3 മാസം 6 മാസം നമ്മൾ ഇത് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയുർവേദിക് പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് നമുക്കൊരു ഇമ്മീഡിയറ്റ് റിസൾട്ട് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല.
നമ്മളൊരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന ഒരു റിസൾട്ട് അത് കഴിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു റിസൾട്ട് നമുക്കൊരു ആയുർവേദ പ്രൊഡക്റ്റോ ഒരു മരുന്നോ കഴിച്ചിട്ട് നമുക്ക് ഉടനടി ഇൻസ്റ്റൻറ്റ് റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ ആയുർവേദം യൂസ് ചെയ്യില്ലായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും എല്ലാത്തിനായിട്ട് നോക്കുമ്പോൾ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും നമുക്കിതിൽ വരില്ല. ആ ഒരു പ്ലസ് നമുക്കിതിലുണ്ട്. നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന സോപ്പ്, മേടിക്കുന്ന സോപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിൽ ചേർത്തേക്കുന്ന കെമിക്കൽസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് ബാധിക്കാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധറാവണില്ല. സോപ്പിൽ ചേർക്കുന്ന കെമിക്കൽസ് പാരബൺ, അതുപോലെ അതിൻ്റെ സോപ്പ് നൂഡിൽസൊക്കെ വെച്ചിട്ടാണ് കെമിക്കൽ സോപ്പ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. ആ ഒരു കെമിക്കൽസിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. ഇതിനകത്ത് ഇത് നമ്മൾ 100% നാച്ചുറലാണ്. നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിലൊരു കെമിക്കലോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ സിൽക്കൺ മോൾഡിലാണ് ഇത് സോപ്പ് ഒഴിക്കാൻ പോണത്. ഇത് സ്ക്വയർ ഷേപ്പ് മോൾഡാണ്, 100 ഗ്രാമിൻ്റെ ഓരോ മോൾഡാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പ്രീമിക്സ് ചെയ്തേക്കണ ആ ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ മിക്സ് ഒഴിക്കുക. ലൈവ് ഒഴിച്ചതിന് ശേഷമാണ് അത് ഒഴിക്കണത്. അതാണ്ട് ഒന്നിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിനകത്ത് എടുത്തിരിക്കുന്ന ലൈനിൻ്റെ കാൽക്കുലേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ഓരോ ഓയിലിനും നമുക്ക് ഇത്ര പെർസെൻറ്റേജ്, ഇത്ര ഗ്രാം ലൈ കണക്കുണ്ട്. അത് സാപ്പ് വാല്യൂ എന്ന് പറയും, സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറയും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. ഈ ലൈ ഒഴിക്കുമ്പോഴും അതുപോലെ ലൈ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇത് കയ്യിലായാലോ അല്ലെങ്കിൽ കണ്ണിലേക്ക് തെറിച്ചാലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. തൊലി പോകാനും ചൊറിച്ചിൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് ഒഴിച്ചിട്ട് പയ്യെ സിലിക്കണ്ട സ്പാറ്റില കൊണ്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ പ്രീമിക്സ് ചെയ്ത് വെച്ച മിക്സ് സൊല്യൂഷൻ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതൊഴിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കളർ ചേഞ്ച് കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്കിതിനകത്തൊരു പ്യൂർ വൈറ്റ് ഫോം കിട്ടില്ല. നമ്മൾ സോപ്പായി ഒന്ന് ഹാർഡായി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു വൈറ്റ് കളർ സോപ്പായിട്ട് വരുള്ളൂ. ഇത് നമ്മൾ മോൾഡിൽ ഒഴിച്ച് അത് ഹാർഡായി മോൾഡിൽ നിന്ന് മാറ്റി ക്യൂറിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിത് എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അറിയാൻ പാടില്ലാണ്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എടുത്ത് യൂസ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അത് സൈഡ് എഫക്റ്റ്, ചൊറിച്ചിൽ വരാനോ തൊലി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് നമ്മൾ ആ സോപ്പ് ട്രേസ് എന്ന് പറയും, ആ സോപ്പ് ട്രേസിൻ്റെ ആ ഒരു ഫോമിലേക്ക് എത്തുമ്പോഴാണ് നമ്മളിത് മോൾഡിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിൽ തന്നെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിക്സ് ആവാണ്ട് ഓയിൽ വേറെ, ആ ലൈൻ്റെ ഒരു മിക്സ് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി ഒരു ലെയർ ഫോം ആവും. അത് ആവാണ്ടിരിക്കാനാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഓവറാവരുത്, മിക്സ് കുറഞ്ഞും പോരുത് മിക്സിങ്. ആ ഒരു കറക്റ്റ് ഫോമിൽ ഒരു ദോശമാവിൻ്റെ ദോശ ബാറ്ററിൻ്റെ ആ ഒരു ഫോമിൽ എത്തുമ്പോഴാണ് നമ്മളിതെടുത്ത് മോൾഡിലേക്ക് ഒഴിക്കേണ്ടത്. ഇത് ഞാൻ ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു മഗ്ഗിലേക്ക് മാറ്റുകയാണ്. ഇത് ആ ഒരു ട്രേസ് വന്നിട്ടുണ്ട്, സോപ്പിൻ്റെ ആ ട്രേസ് വന്നിട്ടുണ്ട്.
ഇത് ഞാനിങ്ങനെ സിലിക്കണിൻ്റെ ബ്രഷ് ഇങ്ങനെ വട്ടം വെച്ചിട്ട് ഒഴിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾസ്, എയർ ബബിൾസ് ഫോം ആവാണ്ടിരിക്കാനാണ്. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സോപ്പിൻ്റെ അകത്ത് എയർ ബബിൾസ് ഫോം ആവില്ല. നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുമളകൾ വരാൻ സാധ്യതയുണ്ട്, എയർ ബബിൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ക്യൂറിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എയർ ബബിൾ പോയിട്ട് അതൊരു ഹോളായിട്ട് മാറും. അപ്പോൾ സോപ്പിൻ്റെ ഫിനിഷിങ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. പിന്നെ ബാക്കിയുള്ളതും കൂടി എടുത്ത് ഒഴിക്കുകയാണ് ഇതിലേക്ക് തന്നെ. നമ്മളിതിൽ ഒഴിച്ചൊരു 2-3 ദിവസം കഴിഞ്ഞാൽ തന്നെ ഇതിൽ നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ആവും. അത് നമ്മൾ ആ സോപ്പിൻ്റെ മിക്സും അതുപോലെ അതിനകത്ത് ഒഴിച്ചേക്കണ നമ്മൾ ചേർത്തേക്കണ ലൈൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ അനുസരിച്ചിരിക്കും അത് എങ്ങനെ പെട്ടെന്ന് ഹാർഡാവും അൺമോൾഡ്. പിന്നെ നമ്മൾ പെട്ടെന്ന് അൺമോൾഡ് ആവാനായിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് ലൈ സൊല്യൂഷനിൽ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ലൈ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ചൊരു ശകലം ഒരു ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ആ ലൈ സൊല്യൂഷൻ സോപ്പിലേക്ക് ഒഴിക്കുമ്പോൾ അത് അൺമോൾഡ് ആവാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് അൺമോൾഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ അതിൽ നിന്ന് എടുക്കാറായിട്ടുണ്ട്. അതിങ്ങനെ പയ്യെ സൈഡൊന്നും പൊട്ടാതെ വേണം സൂക്ഷിച്ചു കൊണ്ട് എടുക്കാൻ. ഇതാണ് സോപ്പ്. നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ഹാർഡായിട്ടുള്ളത്, അത്ര ഹാർഡല്ല, കേക്കിൻ്റെ ഒരു ഫോമിലാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ വേണം നമ്മൾ ക്യൂറിങ്ങിന് വയ്ക്കാൻ. ഈ ഒരു സോപ്പ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സമയങ്ങളൊന്നുമില്ല. നമുക്ക് സാധാരണ നോർമൽ സോപ്പ് യൂസ് ചെയ്യണ പോലെ തന്നെ ഈ സോപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ സോപ്പ് കെമിക്കൽ സോപ്പ് യൂസ് ചെയ്യണ പോലെ നമ്മൾ റബ്ബ് ചെയ്യരുത്. ഇത് കൈകളിൽ എടുത്ത് പാമ്പിലെടുത്തിട്ട് കയ്യിൽ തേച്ച് പതപ്പിച്ചിട്ട് വേണം മേത്ത് തേക്കാൻ. അല്ലെങ്കിൽ സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകും, ലൈഫ് കുറവായിരിക്കും ഈ സോപ്പിന്. നനവ് അതുപോലെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നനവിൽ നിന്ന് മാറ്റി വയ്ക്കണം, നനവ് തട്ടാതെ വെക്കണം. അത് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് ഈ സോപ്പിന് ലൈഫ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ വേറെ ഹാർഡായിട്ട് നിൽക്കാനോ അലിയാണ്ടിരിക്കാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും ചേർക്കണില്ല. കെമിക്കൽ സോപ്പ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പാണെങ്കിൽ അലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കെമിക്കൽസ് ആഡ് ചെയ്യും അവർ, ഹാർഡായിട്ട് നിൽക്കാൻ വേണ്ടി കെമിക്കൽസ് ആഡ് ചെയ്യും. അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ NATURE360 എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, ഞാനത് റിപ്ലൈ തരാം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.